ഹായ് കുട്ടികളെ, വെൽക്കം ടു അവർ ചാനൽ കീം ഓൺ ഫയർ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വർക്ക് എനർജി തിയറം ഒക്കെ പഠിച്ചായിരുന്നു. അതായത് ടോട്ടൽ വർക്ക് ഡൺ ബൈ ഓൾ ദി ഫോഴ്സസ്. എന്ത് ഫോഴ്സും ആവാം, കൺസർവേറ്റീവ് ആവാം, നോൺ കൺസർവേറ്റീവ് ആവാം, അതായത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആവാം, ഫ്രിക്ഷണൽ ഫോഴ്സ് ആവാം, എന്ത് ടൈപ്പ് ഓഫ് ഫോഴ്സ്, സെൽഫ് വെയിറ്റ് ആവാം, എന്തുവാണെങ്കിലും ഓൾ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ബോഡി എന്താണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണെന്ന് പഠിച്ചു. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്താ? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ½ mv². അപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനിഷ്യൽ. അത് നമ്മൾ കണ്ടു. അപ്പോൾ ഇത് വെച്ച് നമ്മൾ കുറേ പ്രോബ്ലംസ് ചെയ്തു. അല്ലാതെ നോർമൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് അത് നമ്മൾ കണ്ടു. കൈനറ്റിക് എനർജീൻ്റെ വാല്യൂ കണ്ടു. ഇതുപോലെ തന്നെ അടുത്തതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമുക്ക് എന്തുകൊണ്ടാണ് കിട്ടുന്നത്? ഒരു ബോഡി ചലിക്കുമ്പോൾ, ഒരു ബോഡി മൂവ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? കൈനറ്റിക് എനർജി ഉണ്ടാവുന്നത്. ബട്ട് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ അത് അതിന് പൊസിഷൻ കൊണ്ടുണ്ടാകുന്നതാണ്. അതായത് ഇവിടെ ഒരു ബോഡി ഉണ്ട്, ആ ബോഡി ഇവിടെയാണ് ഇരിക്കുന്നത്. ദിസ് വൺ ഈസ് അവർ ഗ്രൗണ്ട്. അപ്പോൾ ഗ്രൗണ്ടിൽ നിന്നും ഇത്രയും ഹൈറ്റിൽ എച്ചിലാണ് ആ ബോഡി ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ താഴേക്ക് mg ആണല്ലോ വെയിറ്റ്. അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നമ്മൾ u ആയിട്ടാണ് കാണുന്നത്. u = mg × h. ഓക്കെ, ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ഇതൊക്കെ നിങ്ങൾ പണ്ടേ പഠിച്ചിട്ടുള്ളതാണ്. ബട്ട് എന്നാലും ഞാനൊന്ന് ഫ്രഷ് അപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെയും ഇതേപോലെ തന്നെ വർക്ക് ഡൺ. ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ ഓൺലി കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. പിന്നെ നോ എക്സ്റ്റേണൽ ഫോഴ്സ്. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഒരു ബോഡിയിൽ വെളിയിൽ നിന്നുള്ള ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല, അതോടൊപ്പം ഓൺലി കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് വെച്ചാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതൊക്കെ മാത്രമേ. ഇപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണെങ്കിലും നോർമൽ ഫോഴ്സ് ആണെങ്കിലും അതൊന്നും കൺസർവേറ്റീവ് ഫോഴ്സ് അല്ല. അപ്പോൾ അങ്ങനെയൊന്നും അല്ലാത്ത കൺസർവേറ്റീവ് ഫോഴ്സ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ, എക്സ്റ്റേണൽ ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വർക്ക് ഡൺ ഈ സിസ്റ്റത്തിൽ അല്ലെ ആ ബോഡിയിൽ ഉള്ള വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് ഇതായിരിക്കും കൈനറ്റിക് എനർജി, മൈനസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. അപ്പോൾ അതൊന്ന് ഓർക്കുക. അതൊരു ഇതാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ ഒരെണ്ണം നമുക്ക് പറയാനുള്ളത് സ്പ്രിംഗ് പൊട്ടൻഷ്യൽ എനർജി. സ്പ്രിങ്ങിൻ്റെ കുറേ കേസസ് വരാറുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് നോക്കാം. സ്പ്രിംഗ് പൊട്ടൻഷ്യൽ എനർജി. സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇങ്ങനൊരു സ്പ്രിംഗ് ആണ്. ഇത് എവിടെയെങ്കിലും ഫിക്സ് ചെയ്തിരിക്കുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബോഡി വന്ന് ഈ സ്പ്രിങ്ങിനേക്ക് ഇങ്ങനെ ഇതിപ്പോൾ നോർമൽ സ്പ്രിങ്ങിനൊരു ഇതാണ് സ്പ്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L ഉണ്ട്. ഇനി ഇവിടെ ഒരു വെയിറ്റുള്ളൊരു ബോഡി M വന്നിട്ട് വെയിറ്റുള്ളൊരു ബോഡി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോഴ്സ് ഇതിലേക്ക് വന്ന് ഈ സാധനത്തിന്, ഈ സ്പ്രിങ്ങിനെ അങ്ങോട്ടൊന്ന് അമർത്തുക. സ്പ്രിങ്ങിനെ ഒന്ന് അമർത്തുമ്പോൾ സ്പ്രിങ് എന്താവും? ചുരുങ്ങിപ്പോവും അല്ലേ? അപ്പോൾ സ്പ്രിങ് പിന്നെ എന്താവും? സ്പ്രിങ് രണ്ടാമത്തെ കേസിൽ വന്നിട്ട് സ്പ്രിങ് ഇങ്ങനെ ചുരുങ്ങിപ്പോവും. ഈ പ്ലേസ് ഫിക്സഡ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ബോഡി വന്ന് ഇതേ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ സ്പ്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇത്രയും അങ്ങ് ചുരുങ്ങും. അതിനെയാണ് നമ്മൾ എക്സ് എന്ന് പറയുന്നത്. ടോട്ടൽ ലെങ്ത് എല്ലും ഇത് കംപ്രസ് ചെയ്യുന്ന ലെങ്ത്. അപ്പോൾ അതേമാതിരി കേസിൽ ചിലപ്പം ഈ സ്പ്രിങ്ങിലേക്ക് എന്തെങ്കിലും പിടിച്ച് വലിക്കുവാണെങ്കിലോ, ഈ സ്പ്രിങ്ങിലേക്ക് ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഈ സ്പ്രിങ് എന്ത് ചെയ്യും? ഇവിടെ അല്ലേ സ്പ്രിങ്ങിൻ്റെ ആക്ച്വൽ ലെങ്ത് ഇരിക്കുന്നത്. സ്പ്രിങ് ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് വലിഞ്ഞു പോവും അല്ലേ? സ്പ്രിങ് അങ്ങ് നീണ്ടു വരും. അതുകൊണ്ടാണ് അതിന് സ്പ്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഫോഴ്സ് കൊണ്ട് നമ്മൾ ഇതിനെ ഇങ്ങോട്ട് തള്ളുവാണെങ്കിൽ അത് ആ കംപ്രഷൻ ആയാലും ആ എക്സ്റ്റൻഷൻ ആണെങ്കിലും ആ കംപ്രസ് ചെയ്യുന്ന ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇത്രയും ലെങ്ത് കുറഞ്ഞു പോയി, ഇവിടുത്തെ കേസ് ഇത്രയും ലെങ്ത് കൂടി വന്നു. അത് എന്തോ ആണെങ്കിലും നമ്മുടെ സ്പ്രിംഗ് പൊട്ടൻഷ്യൽ എനർജി ആയ സ്പ്രിങ്ങിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നമുക്ക് എന്തെഴുതാം? U. പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്പ്രിങ് എന്ന് പറയുന്നത് ½ kx². K എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ സ്പ്രിങ്ങിൻ്റെ കോൺസ്റ്റൻ്റ് ആണ്. സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്, സ്പ്രിംഗ് പൊട്ടൻഷ്യൽ എനർജിയാണ് ഇത്. ഇനി സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് സ്പ്രിംഗ് ഫോഴ്സ് കേട്ടോ, സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് = K × X.
ഇത് രണ്ടും നിങ്ങൾ ഓർത്താൽ മതി. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇരുന്ന് വരാം, പക്ഷേ ഇത് അറിയാത്തതുകൊണ്ട് ചിലപ്പോൾ നമുക്കിത് മിസ്സായി പോകും. അപ്പം നമ്മൾ ജസ്റ്റ് ഓർക്കുക, ഈ സ്പ്രിങ്ങിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുമ്പോഴോ വലിക്കുമ്പോഴോ ഉണ്ടാകുന്ന എക്സ്പാൻഷനോ അല്ലെങ്കിൽ കംപ്രഷനോ എന്ത് മാത്രം അതിന് ഒറിജിനൽ ലെങ്ത്തിൽ നിന്ന് വ്യത്യാസം വന്നു, അതാണ് നമ്മുടെ എക്സ് എന്ന് പറയുന്നത്. കെ സ്പ്രിങ്ങിൻ്റെ കോൺസ്റ്റൻ്റ് ആണ്, അത് നമുക്ക് തരും. പിന്നെ വന്നിട്ടുള്ളത് ഈ എക്സ് എന്ന് പറയുന്നത്, പിന്നെ നമുക്ക് വന്നിട്ടുള്ള എന്താ ഫോഴ്സ്, സ്പ്രിങ് ഫോഴ്സും. അപ്പോൾ ചിലപ്പം ഈ സ്പ്രിങ് ഫോഴ്സിൻ്റെ നമ്മുടെ മറ്റേ ഡയമെൻഷണൽ ഇക്വേഷനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ മതി. സ്പ്രിങ് കോൺസ്റ്റൻറ്റ് കെ ഈസ് ഈക്വൽ ടു F/x ആണ്. എഫിൻ്റെ എന്താ ഡയമെൻഷണൽ ഇക്വേഷൻ വന്നിട്ട് എഫ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ ബൈ ഇതും ലെങ്ത് തന്നെയാണ്, എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് തന്നെയല്ലേ. അപ്പോൾ മാസിൻ്റെ വരുമ്പോൾ എം, പിന്നെ ആക്സലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് അല്ലേ, സെക്കൻഡ് സ്ക്വയർ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ലെങ്ത് ഇൻറ്റു s to the power -2 t to the power -2 ഡിവൈഡ് ബൈ എക്സ് ആയതുകൊണ്ട് അതും ഒരു L ആണ്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് ദിസ് വുഡ് ബി ഈക്വൽ ടു mt to the power -2, ശരിയല്ലേ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതാണ് സ്പ്രിങ് കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷണൽ ഇക്വേഷൻ. അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ്, പിന്നെ കുറച്ച് ഞാൻ ബി ഫാമിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടു, വളരെ സിമ്പിളാണ്, അതുമൊക്കെ നമുക്ക് ഈ ക്ലാസ്സിലെടുക്കാം. ഓക്കെ, അടുത്ത പ്രോബ്ലം കീം 2025 ഒരു പ്രോബ്ലമാണ്, സ്പ്രിങ്ങിൻ്റെ തന്നെ. ദ വർക്ക് ഡൺ ബൈ ദ അപ്ലൈഡ് ഫോഴ്സ് ഇൻ ചേഞ്ചിങ് ദ ഇലോങ്ങേഷൻ ഓഫ് എ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് കെ ഫ്രം x1 to x2. അപ്പോൾ ചോദിച്ചേക്കുന്ന വർക്ക് ഡൺ ബൈ ദ അപ്ലൈഡ് ഫോഴ്സ് ഇൻ ചേഞ്ചിങ് ദ ഇലോങ്ങേഷൻ ഓഫ് സ്പ്രിങ് കോൺസ്റ്റൻറ്റ് കെ ഫ്രം വിത്ത് സ്പ്രിങ്, ഒരു സ്പ്രിങ് ആണ്, സ്പ്രിങ്ങിൻ്റെ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്. എത്ര സ്പ്രിങ് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ കെ ഈസ് ഈക്വൽ ടു സ്പ്രിങ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതിനെ x1 ആദ്യം ഒരു എലോങ്ങേഷൻ, ഇനീഷ്യൽ എലോങ്ങേഷൻ x1 ആയിരുന്നു. അപ്പോൾ x1ൽ നിന്ന് x2ലേക്ക് പോയപ്പോൾ ഉണ്ടായ വർക്ക് ഡൺ ആണ്. അപ്പം നമുക്ക് എഴുതാം വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കേസിൽ ഈ എനർജി സ്റ്റോർഡ് ആണല്ലോ, എനർജി സ്റ്റോർഡ് ഇൻ സ്പ്രിങ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ സ്പ്രിങ്? ഹാഫ് കെ എക്സ് സ്ക്വയർ. ഈ കെ എന്ന് പറയുന്നതാണ് സ്പ്രിങ് കോൺസ്റ്റൻറ്റ്, കെ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ പറഞ്ഞേക്കുന്നത് x1 to x2ലേക്ക് പോയപ്പോൾ എന്താണ് അതിൻ്റെ ഇലോങ്ങേഷൻ. അപ്പം ഒരു സ്പ്രിങ് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇത് ഇനിഷ്യലി ഇതിൻ്റെ ലെങ്ത് L ആയിരുന്നു, ആ ലെങ്ത്തിൽ നിന്ന് ഇത് ഇച്ചിരി ഒന്ന് വലിച്ചപ്പോൾ അതിന് എന്ത് പറ്റി? ഇത് L ആണ്, ഇത് വന്നിട്ട് എക്സ്ട്രാ വന്നത് x1. പിന്നെ അടുത്ത കേസിൽ ഒന്നുകൂടെ വലിച്ചപ്പോൾ ഇത് ഇത്രയും L, അഗെയിൻ ദിസ് വൺ ഈസ് x1, ഇത് x2. x1 എന്ന് പറഞ്ഞാൽ ഇത് ബാലൻസ് ഇത്രയും x2 അല്ലേ. അപ്പം ഇനിഷ്യലി x1 ആയിരുന്നു, അപ്പോൾ ഫൈനലി x2. അപ്പോൾ x1ഉം x2ഉം തമ്മിലുള്ള ആ ഡിഫറൻസ്, ചേഞ്ച് ഇൻ ദി ഇലോങ്ങേഷൻ. അപ്പോൾ ഈ ഗ്യാപ്പാണ് നമ്മളോട് കാണാൻ പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് കാണാം, ഡ്യൂ ടു വർക്ക് ഡൺ ഫോർ x1 എലോങ്ങേഷനുമായിട്ടുള്ള വർക്ക് ഡൺ എത്രയാണ്? ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു ഈ എക്സിന് പകരം x1 സ്ക്വയർ. വർക്ക് ഡൺ ഫോർ x2 ഇലോങ്ങേഷൻ ഉള്ളത് ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു x2 സ്ക്വയർ. ഇനി ചേഞ്ച് ഇൻ വർക്ക് ഡൺ, ഈ രണ്ടാമത്തേന് വേണ്ടി മാത്രമുള്ള വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x2നുള്ള വർക്ക് ഡണ്ണിൽ നിന്ന് x1നുള്ള വർക്ക് ഡൺ കുറയ്ക്കുക അല്ലേ. വർക്ക് ഡൺ ഫോർ x2 മൈനസ് x1. അപ്പം ജസ്റ്റ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. x2നുള്ളതാണ് ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു x2 സ്ക്വയർ മൈനസ് ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു x1 സ്ക്വയർ ഈക്വൽ ടു ഹാഫ് കെ കോമൺ ആണ്, ദെൻ x2 സ്ക്വയർ മൈനസ് x1 സ്ക്വയർ. ഇത് ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കിക്കുക, ഹാഫ് കെ ഇൻറ്റു x2 സ്ക്വയർ മൈനസ് x1 സ്ക്വയർ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്? സിമ്പിൾ വർക്ക് ഡൺ അല്ലെങ്കിൽ ഇതിനകത്ത് സ്റ്റോർഡ് പൊട്ടൻഷ്യൽ എനർജി എന്നൊക്കെ പറഞ്ഞ എല്ലാ സാധനവും എനർജി ലെവലുള്ള വർക്ക് ഡണ്ണിൻ്റെ എന്താണ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് വരുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? ന്യൂട്ടൺ മീറ്റർ. അതിനെയാണ് നമ്മൾ ജൂൾ എന്ന് പറയുന്നത്.
അപ്പോൾ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി എല്ലാ സാധനത്തിൻ്റെയും യൂണിറ്റ് ജൂളാണ്. ജൂൾ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ മീറ്റർ ആണ്. ന്യൂട്ടൺ മീറ്ററിൻ്റെ യൂണിറ്റ് നമ്മൾ ഡയമെൻഷണൽ ഇക്വേഷൻ നമ്മൾ നേരത്തെ നോക്കി. അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ഡയമെൻഷണൽ ഇക്വേഷൻ ചോദിച്ചാൽ നിങ്ങൾ അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ കേസിൽ സ്പ്രിങ്ങിൻ്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത് വർക്ക് സ്റ്റോർസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ദ സ്പ്രിങ് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും പറയുവാണെങ്കിൽ അതെല്ലാം ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. കെ എന്ന് പറയുന്നത് നമ്മുടെ സ്പ്രിങ് കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഇൻ കേസ് ഇതിലുള്ള ഫോഴ്സ് എന്ന് ചോദിക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് കെ ഇൻറ്റു എക്സ്. ഫോഴ്സ് ഇതാണ്, വർക്ക് ഡൺ ഇതാണ്. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. സ്പ്രിങ്ങിൻ്റെ എന്ത് വേണമെങ്കിലും ചോദിക്കാം. പിന്നെ അത് തിരിച്ചു മറിച്ച് ഒന്നെങ്കിൽ മിക്കവാറും എക്സ് ചോദിക്കാം, അതായത് ഈ ഇക്വേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ അതിലേതെങ്കിലും ഡയമെൻഷൻ നമ്മൾ ന്യൂമറിക്കൽസ് ചോദിക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ കോൺസെപ്ച്വലായിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. അടുത്ത പ്രോബ്ലം ചെയ്യാം. ഇതൊരു 2014 ഒരു പ്രോബ്ലമാണ്. എ സ്പ്രിംഗ് സ്റ്റോർസ് 1 joule ഓഫ് എനർജി ഫോർ എ compression of 1 mm. The additional work to be done to compress it further by 1 mm. അപ്പോൾ എന്താ സംഭവിച്ചേക്കുന്നത്? ഒരു സ്പ്രിങ് ഉണ്ട്, അതിങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്പ്രിങ് എന്തോ ഒരു ഫോഴ്സൊക്കെ കൊടുത്തിട്ട് അത് ഇവിടെ നിന്ന് സ്പ്രിങ് ഇപ്പം ഇങ്ങോട്ടായി മാറി. ഇവിടെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും, അതായത് 1 mm അല്ലേ പറഞ്ഞേക്കുന്നത്, 1 mm ഒരു കംപ്രഷൻ കൊടുത്തു. എന്താ 1 joule. അപ്പോൾ 1 mm കംപ്രഷൻ കൊടുത്തപ്പോൾ അതിൻ്റെ എനർജി സ്റ്റോർഡ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എനർജി സ്റ്റോർഡ് ഇൻ ദാറ്റ് സ്പ്രിങ്. അത്ര എനർജി ആ സ്പ്രിങ്ങിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രയും പവർ അതിനിയുണ്ട്, അതിനെ അങ്ങോട്ട് അമർത്തി കഴിഞ്ഞപ്പം. ദെൻ പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ അടുത്ത 1 mm കൂടെ, ഇനി ഒരു 1 mm കൂടെ, അതായത് ടോട്ടൽ 2 mm ചെയ്യാനാണെങ്കിൽ എന്താണ് അതിന് വേണ്ടിയിട്ട് എത്ര അഡീഷണൽ വർക്കും കൂടെ നമ്മൾ ചെയ്യേണ്ടി വരുമെന്ന്, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് സ്പ്രിങ് ആസ് പെർ സ്പ്രിങ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ സ്പ്രിങ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? U = ½ kx². അപ്പോൾ കെ നമുക്കിവിടെ തന്നിട്ടില്ല, നമുക്ക് എന്താ തന്നേക്കുന്നത്? U തന്നിട്ടുണ്ട്. U = U1 കേട്ടോ, ഇനിഷ്യല്ലേ U1 = 1 joule പറഞ്ഞിട്ടുണ്ട്. ആ ഫസ്റ്റ് കേസിൽ നമ്മുടെ എക്സ് എന്ന് പറയുന്നത് 1 mm ആണ്. അപ്പോൾ 1 mm ഞാൻ 1/1000 അങ്ങനെ എഴുതിയിട്ടുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 10⁻³ അത്രയും മീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ½ × U എന്ന് പറയുന്നത് എത്രയും നമുക്ക് U1 = ½ k × x1². അപ്പോൾ x1 ആണ് 1 mm. അപ്പോൾ U1 എന്ന് പറഞ്ഞാൽ 1 നമുക്ക് കിട്ടിയിട്ടുണ്ട്, 1 joule. ദാറ്റ് ഈസ് ഹിയർ ½ × k നമുക്ക് അറിയത്തില്ല. x1 എന്ന് പറയുന്നത് എന്താണ്? 10⁻³ × 2 അപ്പോൾ നമുക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? k = 2, അല്ല ഇത് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യാം. 1 = ½ × k × ഇത് രണ്ടും കൂടി ആകുമ്പോൾ -6 ആയി അല്ലേ. അപ്പം നമ്മൾ ഇതിനെ k എന്ന് പറയുന്നത് k = 2 മുകളിലേക്ക് പോയി, 10⁻⁻6 താഴേക്ക് വന്നു. -6 താഴെ വന്നാൽ അതിൻ്റെ അർത്ഥം +6. അപ്പോൾ കെയിൻ്റെ വാല്യൂ നമുക്ക് 2 × 10⁻6 കിട്ടി. ഇനി നമ്മുടെ സെക്കൻഡ് എന്ന് പറയുന്നത് ½ × k × x2². കെ ഒരു സ്പ്രിങ്ങിന് സെയിം സ്പ്രിങ് തന്നെയാണല്ലോ പിന്നെയും വലിക്കുന്നത്, അല്ല പിന്നെയും ഇതെന്താ പറഞ്ഞത്? 2 mm കംപ്രഷനാണോ പറഞ്ഞേക്കുന്നത്? ഓക്കെ, 2 mm കംപ്രഷൻ പറഞ്ഞേക്കുന്നത്. കംപ്രഷൻ ആകുമ്പോൾ ഇത് കുറച്ചുകൂടെ അങ്ങോട്ട് പോകല്ലേ വേണ്ടേ? ഓക്കെ, ഹിയർ ഇറ്റ് ഈസ്. ഓക്കെ ശരി, ഇവിടുന്ന് ഇങ്ങോട്ട് കുറച്ചും കൂടെ പോകും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 2 mm. ഓക്കെ, 2 mm കംപ്രഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഈ ഫോമിൽ. അപ്പോൾ എന്താണെങ്കിലും സ്പ്രിങ് സെയിം ആണ്, അതുകൊണ്ട് k എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദെൻ ഹിയർ x2 = 2 mm, ദാറ്റ് ഈസ് = 2 × 10⁻³ മീറ്റേഴ്സ്. അപ്പോൾ അത് കൊടുക്കാമല്ലോ. U2 നമുക്ക് അറിയത്തില്ല, U2 നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ½ × k നമുക്ക് എത്ര കിട്ടി? 2 × 10⁻6
ഇൻറ്റു x2 നമുക്ക് എത്രയാണ് കിട്ടിയത്? 2 ഇൻറ്റു 10⁻⁻³ ഇത്രയാണ് നമ്മുടെ x2. അപ്പോൾ അത്രേൻ്റെ സ്ക്വയർ എടുക്കണം. അപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മൾ കുട്ടികളെ തെറ്റിച്ച് കളയുന്നത്. അപ്പോൾ ഇത് രണ്ടും വെട്ടിക്കളഞ്ഞു. ബാക്കി നമുക്ക് എത്രയാണ്? 10⁻6 ഇൻറ്റു 2 സ്ക്വയർ എത്രയാണ്? 2 ഇൻറ്റു 2 ഇൻറ്റു 10⁻⁻6. അപ്പോൾ ഇത് രണ്ടും കൂടെ ക്യാൻസലായി പോലോ. 10 6 ക്യാൻസലായി. ബാക്കി എത്രയുണ്ട്? 4. ഇതെന്താ? എനർജി ആയതുകൊണ്ട് ജൂൾസ്. അപ്പോൾ രണ്ടാമത്തെ ഈ ടോട്ടൽ 2 mm കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജി എന്ന് പറഞ്ഞാൽ അന്നേരം ആ 2 mm കംപ്രസ് ചെയ്യുമ്പോൾ ആ സ്പ്രിങ്ങിലുള്ള സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജി എന്ന് പറഞ്ഞാൽ 4 ജൂൾസ് ആണ്. ഫസ്റ്റ് വൺ കേസിൽ നമുക്ക് 1 ജൂൾ, ഫസ്റ്റിൽ 1 ജൂൾ കിട്ടി, സെക്കൻഡിൽ 4 ജൂൾ കിട്ടി. അപ്പം നമ്മൾ അറിയാതെ ചിലപ്പോൾ 4 ജൂൾ ഇവിടെ ഇത് ടിക്കറ്റ് പോകാം. അതല്ല ചോദിച്ചേക്കുന്നത്, അഡീഷണൽ വർക്ക് ഡൺ. അപ്പോൾ ഓൾറെഡി നമ്മൾ 1 ജൂളിൻ്റെ വർക്ക് ഇവിടെ ചെയ്ത് വെച്ച് കഴിഞ്ഞു. അതിനുശേഷം എത്ര എക്സ്ട്രാ കൊടുക്കണം എന്നാണ്. അപ്പോൾ അഡീഷണൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ U2 മൈനസ് U1 ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് 4 - 1 = 3 ജൂളാണ് ആൻസർ. ഓക്കെ, വളരെ സിമ്പിൾ ആണെങ്കിലും ഇറ്റ് ഈസ് എ ട്രിക്കി ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ഓർത്താൽ മതി. ഓർക്കാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, സ്പ്രിങ്ങിൻ്റെ ഇക്വേഷൻ, സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. 12kx². എക്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ആ സ്പ്രിങ്ങിൻ്റെ കംപ്രഷൻ ആവാം, അല്ലെങ്കിൽ എക്സ്പാൻഷൻ ആവാം. ഇത് ഓർക്കുക. പിന്നെ അത് വെച്ചിട്ട് അഡീഷണൽ ആണോ ചോദിച്ചേക്കുന്നത്, അതോ എക്സാക്ട്ലി 1 mm വേണ്ടിയിട്ടാണോ 2 mm വേണ്ടിയിട്ടാണോ, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ സെയിം കേസ് തന്നെയാണ് എക്സ്പാൻഷൻ്റെ കേസ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ബി ഫാമിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ വർക്ക് ഡൺ ടു ലിഫ്റ്റ് എ 60 kg മാൻ ടു എ ഹൈറ്റ് 5 meter ഫ്രം ഗ്രൗണ്ട്. ഇത്രയേ ഉള്ളൂ. ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ട്. അങ്ങേരുടെ വെയിറ്റ് എന്ന് പറയുന്നത് 60 kg ആണ്. അങ്ങേരെ നമുക്ക് എന്ത് ചെയ്യണം? ഇതാണ് ഗ്രൗണ്ട് ലെവൽ. അങ്ങനെ ഗ്രൗണ്ട് ലെവലിൽ നിൽക്കുകയാണ്. ഗ്രൗണ്ട് ലെവലിലുള്ള അങ്ങേരെ നമുക്കൊരു 5 meter ഉയരത്തിലേക്ക് പൊക്കണം. 5 meterലേക്ക് ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ എന്തുമാത്രം നമ്മൾ വർക്ക് ഡൺ ചെയ്യണം? സോ നമുക്കറിയാമല്ലോ, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു, മുകളിലേക്ക് പോകുന്നതുകൊണ്ട് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് നെഗറ്റീവായിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് വേറെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഇതായിട്ട് എടുക്കാം. കൺസർവേറ്റീവ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ് അങ്ങേരുടെ? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ U ഫൈനൽ മൈനസ് U ഇനീഷ്യൽ. U ഇനീഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mgh. ആദ്യത്തെ കേസിൽ mgh1. ആദ്യത്തെ കേസിൽ അങ്ങനെ ഗ്രൗണ്ടിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങേരുടെ h എന്ന് പറഞ്ഞാൽ 0 ആയതുകൊണ്ട് ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. U ഫൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mgh2. അപ്പോൾ ഇവിടുത്തെ h2 എന്ന് പറയുന്നത് 5 meter ആണ്. അതായത് 0 എന്ന ആൾ 5 meter മുകളിലേക്ക് പോകണം. അങ്ങനെയാണെങ്കിൽ m എന്ന് പറഞ്ഞാൽ 60, g എന്ന് പറഞ്ഞാൽ 10 എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. then h2 is equal to 5. ഓക്കെ, ആക്ച്വലി ഇറ്റ് ഈസ് നെഗറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ എനർജിയാണ്. അത് കുഴപ്പമില്ല, ഞാൻ അങ്ങനെ എടുത്തതേ ഉള്ളൂ. നെഗറ്റീവ് മുകളിലേക്ക് ആയതുകൊണ്ട് നെഗറ്റീവായിട്ട് എടുക്കാം ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. സോ അത് പിന്നീട് പോസിറ്റീവായി മാറും. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? കാരണം ആൻസറിലൊന്നും നെഗറ്റീവ് തന്നിട്ടില്ലല്ലോ. നെഗറ്റീവ് വേണ്ട. 6 × 5 എന്ന് പറഞ്ഞാൽ 30 വരും. ബാക്കി എത്ര 0 വരും? 2 0 സോ ദാറ്റ് മച്ച് ഈസ് ദ വർക്ക് ഡൺ. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി, ദാറ്റ് ഈസ് U ഫൈനൽ മൈനസ് U ഇനീഷ്യൽ ഈസ് ഈക്വൽ ടു 3000 മൈനസ് 0 ഈസ് ഈക്വൽ ടു 3000 ജൂൾസ്. സോ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? അല്ലെങ്കിൽ നമ്മളുടെ മറ്റേ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു FD എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ നോർമൽ മറ്റേ രീതിയിൽ എഴുതാം. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഫോഴ്സ് ഇതാണല്ലോ, mg. സോ mg ഇൻറ്റു ഈ ഡിസ്പ്ലേസ്മെൻറ്റ് 5 meter ആണ് അത് ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ബട്ട് ഇതാണ് ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള രീതി. പിന്നെ നമ്മൾ ഷോർട്ട് ഫോമിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം, ആ രീതിയിലും ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഈ ബി ഫാമിൽ വന്ന് 2-3 ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഈ ബി ഫാമിൽ ചോദിക്കാറുള്ളത്. അപ്പോൾ നിങ്ങളത് എഴുതുന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ ഹോക്കി പ്ലെയർ ഹിറ്റ്സ് എ ബോൾ വിത്ത് ആൻ ഇമ്പൾസ്
with an impulse of 15 Newton second. If the time of hit is 0.2 seconds, the average force exerted by the player on the ball. On the ball അല്ല, on the ball ആയിരിക്കും. ഓൺ ദ ബോൾ. ഓക്കെ, ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നിങ്ങൾ പ്രീവിയസ്ലിയൊക്കെ മറന്നു പോയിരിക്കാൻ വേണ്ടി 1-2 പ്രോബ്ലം ഞാൻ ഇടയ്ക്കൊന്ന് ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇമ്പൾസ് എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്, ഫോഴ്സ് ഇൻ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈം. ഫോഴ്സ് ഇൻറ്റു ടൈമാണ്. അത് എത്രയാണ് പറഞ്ഞേക്കുന്നത്? 15 ന്യൂട്ടൺ സെക്കൻഡ്. പിന്നെ ടൈം തന്നിട്ടുണ്ട്. ടൈം ഇസ് ഈക്വൽ ടു 0.2 സെക്കൻഡ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്തുവാ? What is the average force? So force is equal to impulse by time അല്ലേ? ഈക്വൽ ടു ഇമ്പൾസ് എത്ര വന്നിരിക്കുന്നത്? 15 ഡിവൈഡഡ് ബൈ 0.2 സെക്കൻഡ് അല്ലേ? അപ്പോൾ 150/2 ഇസ് ഈക്വൽ ടു 75 ന്യൂട്ടൺ. ഓക്കെ, അത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ. ഇതും BPharm 2025 ഒരു പ്രോബ്ലമാണ്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ദ പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം. ഇതാണ് പൊസിഷൻ, ഒരു പാർട്ടിക്കിളിൻ്റെ ഒരു പൊസിഷൻ. XYZ ഡയമെൻഷൻ ഒരു സ്ഥാനത്തിലൊരു പൊസിഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ എക്സ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8t പ്ലസ് 3t² j² പ്ലസ് 3k². സോ എക്സ് കമ്പോണൻറ്റിൽ വന്നിരിക്കുന്ന x is equal to 80 ആണ്. വൈയിൽ 3t², ഇസഡിൽ 3k അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആക്സിലറേഷനാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ മിക്കവാറും കുട്ടികൾ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും വെക്ടറൊക്കെ തന്നു കഴിഞ്ഞാൽ ഉടനെ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യും. അത് സ്കിപ്പ് ചെയ്യുമെന്ന് വേണ്ട, വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. സോ നമുക്ക് പൊസിഷൻ വെക്ടർ അല്ലെങ്കിൽ ആർ വെക്ടർ തന്നിട്ടുണ്ട്. 8ti പ്ലസ് 3t² j പ്ലസ് 3k. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്ന ആക്സിലറേഷനാണ്. നമുക്ക് വേറൊന്നും അറിയില്ല. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ? dr/dt ആണ്. അപ്പോൾ dr/dt എന്താ? d/dt ഓഫ് ഈ സാധനം 8ti പ്ലസ് 3t² j പ്ലസ് 3k. അപ്പോൾ അതിനെ t കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും നമുക്ക്? 8i പ്ലസ് 6tj പ്ലസ് 3 വരില്ലല്ലോ, ദാറ്റ് ഈസ് 0. അപ്പോൾ ഇത്രയും വന്നിട്ടുള്ളൂ. അപ്പോൾ i ഡയറക്ഷനിൽ j ഡയറക്ഷനിൽ. ഇനിയിപ്പം നമുക്ക് ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു dv/dt. പിന്നെയും നമുക്ക് ഇതിനെ നമുക്ക് ഇതുകൊണ്ട് 8i പ്ലസ് 6tj ഇതിനെ നമുക്ക് പിന്നെയും ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഇത് 0 ആയി പോവും, ബാലൻസിൽ 6 മാത്രമേ ഉള്ളൂ. സോ ആക്സലറേഷൻ ഈസ് 6. സോ ദാറ്റ്സ് ഓൾസോ വെരി സിമ്പിൾ. രണ്ട് പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡിഫറൻഷ്യേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതങ്ങോട്ട് ജസ്റ്റ് കൊടുത്താൽ മതി. നമ്മുടെ പൊസിഷൻ വെക്ടറാണ് തന്നിരിക്കുന്നത്. ചിലപ്പം ആറിന് പകരം x എന്നായിരിക്കും തന്നിട്ടുണ്ടാവുക, മിക്കവാറും 6 ആയിരിക്കും തരുന്നുണ്ടാവുക. അപ്പോൾ അത് തന്നിട്ടുണ്ടാവും. അത് മീറ്റർ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഉറപ്പിക്കാം പൊസിഷൻ വെക്ടർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. പൊസിഷൻ വെക്ടർ ഉണ്ട്. അപ്പം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ dr/dt, ഈ ആക്സലറേഷൻ എന്ന് വെച്ചാൽ dv/dt, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു d²r/dt². ഇതിനെ തന്നെ 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്താലും മതി. എവറിത്തിങ് ഈസ് സെയിം. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയത് 6 ആണ്. ഓക്കെ, ഇതും BPharmലെ തന്നെ ഒരു പ്രോബ്ലമാണ്. എ കാർ അറ്റ് റെസ്റ്റ്. ഒരു കാർ റെസ്റ്റിലാണ്. ഈസ് ആക്സിലറേറ്റഡ് അറ്റ് 2 m/s² for 1 minute and then retarded at 2 m/s² for 1 minute to attain rest. The distance travelled by the car. അപ്പോൾ എന്താ പറയുന്നത്? ഒരു കാർ അല്ലേ? ഒരു കാർ ഇങ്ങനെ പോന്നു. ആ കാറ് പോയിട്ട് എന്ത് ചെയ്തു? ആദ്യം അതിൻ്റെ ആക്സിലറേഷൻ 2 m/s² ട്രാവൽ ചെയ്തിട്ട് ആദ്യം അത് ഇനിഷ്യൽ അതിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 0 ആയിരുന്നു. എന്നിട്ട് പിന്നെ 2 m/s² പോയി കുറച്ച് 1 മിനിറ്റ് ട്രാവൽ ചെയ്തു. അതിന് ഒരു പോയിന്റിലെത്തി. എന്നിട്ട് എന്താ പറയണേ? അതിന് ശേഷം പിന്നെ അത് തിരിച്ച് പിന്നെ റിട്ടാർഡേഷൻ എന്ന് വെച്ചാൽ ആക്സിലറേഷൻ തിരിഞ്ഞു. പിന്നെ അത് തിരിച്ച്
ട്രാവൽ ചെയ്തു, അതും 1 മിനിറ്റ് ആണ്. എന്നിട്ട് അത് പിന്നെയും വന്ന് റെസ്റ്റിലെത്തി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രാവലിംഗ്, അപ്പോൾ ട്രാവലിംഗ് 1 T1ൻ്റെ കേസ് എടുക്കാം. T1 അതായത് നമുക്കറിയാം SC നമ്മുടെ പഴയ ഇക്വേഷൻ ut + ½ AT². നമുക്കതൊക്കെയല്ലേ അറിയുള്ളൂ. ടൈം അറിയാം, ആക്സിലറേഷൻ അറിയാം. സോ ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് 1 മിനിറ്റ് കൊണ്ട് ഈ കാറ് ട്രാവൽ ചെയ്ത് ദൂരം നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. u എത്ര? ഇനിഷ്യലി 0, ടൈം ഇതിൽ വേണ്ട, ½ ഇൻറ്റു ആക്സിലറേഷൻ ഈസ് 2 ഇൻറ്റു ടൈം 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 60 × 60 എടുക്കാം. ഓക്കെ, 2 ക്യാൻസൽ ചെയ്തു. അത്ര 6 36 3600 മീറ്റേഴ്സാണ് ഇത് ഒരു വഴിക്ക് പോയത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി. ഇനി അവിടെ ചെന്നിട്ട് നിന്നോ? അത് നിന്നില്ല. അത് വന്നിട്ട് അങ്ങനെ തന്നെ തിരിച്ച് റിട്ടാർഡേഷൻ അടിച്ച് ഇങ്ങോട്ട് വന്നു. എന്നിട്ട് പിന്നെയും ഈ പഴയ പൊസിഷൻ എ എന്ന് പറഞ്ഞ പൊസിഷനിൽ തന്നെ തിരിച്ചെത്തി. അപ്പം നോക്ക്, അതും 2m² ആണ്, അതും 1 മിനിറ്റ് ആണ്. പക്ഷേ ഡയറക്ഷൻ തിരിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോകാനും അത് 3600 മീറ്റേഴ്സ് എടുത്തു, ഇങ്ങോട്ടും 3600 മീറ്റർ എടുത്തിട്ടാണ് അത് ട്രാവൽ ചെയ്തത്. അപ്പം നമ്മളോട് ചോദിച്ചേക്കുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അങ്ങോട്ട് പോകാൻ 3600, തിരിച്ച് വരാൻ 3600, എല്ലാം കൂടെ 7200 മീറ്റർ ട്രാവൽ ചെയ്തു അല്ലേ? തിരിച്ചും അങ്ങോട്ട് പോയിട്ടുണ്ട് 1 മിനിറ്റ് കൊണ്ട് 2 m/s². തിരിച്ച് റിട്ടാർഡേഷനിലും അത് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. 1 മിനിറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോഴും സെയിം ആക്സിലറേഷൻ തന്നെയാണ്. അപ്പോൾ സെയിം ഡിസ്റ്റൻസ്, ഈ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെയിം തന്നെ കിട്ടുമല്ലോ. ഉള്ളി തിങ് ഈസ് ദാറ്റ് ഇവിടെ മൈനസ് കിട്ടുമെന്നേ ഉള്ളൂ. മൈനസും എന്തായാലും നമുക്ക് ഡിസ്റ്റൻസിന് അത് പ്രശ്നമല്ല. പക്ഷേ ഇൻ കേസ് നമ്മളൊരു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ചോദിച്ചിരുന്നതെങ്കിൽ ഈ 2 മിനിറ്റിന് ശേഷം ഈ ബോഡിയെ നോക്കിക്കഴിഞ്ഞാൽ അതാണെങ്കിൽ അല്ല ഒറിജിനൽ പൊസിഷനിൽ എയിൽ തന്നെ ഉണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് ചോദിച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0, ബട്ട് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് 7200 മീറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇത് വളരെ സിമ്പിൾ അല്ലേ? നമ്മൾ ആദ്യം പഠിച്ച കോൺസെപ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, അടുത്തതും ബി ഫാമിലെ ഒരു പ്രോബ്ലം ആണ്. ഇഫ് ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ 2 ബോഡീസ് ഓഫ് മാസസ് 2 kg and 3 kg ആർ സെയിം. ഫോഴ്സ് സെയിം ആണെന്നാണ് പറഞ്ഞേക്കുന്നത്, ഫോഴ്സസ്. ദെൻ ദ റേഷ്യോ ഓഫ് ദ റെസ്പെക്റ്റീവ് ആക്സിലറേഷൻ, അതേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു F1 = F2 = F, അത് രണ്ട് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞേക്കുന്നത് M1 = 2 kg, M2 = 3 kg. നമ്മളോട് ചോദിച്ചേക്കുന്നത് A1 = A2 ആണ്. അപ്പോൾ നമുക്കറിയാം ഫോഴ്സ് = മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ ഫോഴ്സ് ഓഫ് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M1 A1, ഫോഴ്സ് ഓഫ് സെക്കൻഡ് വൺ = M2 A2. അപ്പോൾ ഇതിലെന്താ പറഞ്ഞേക്കുന്നത്? രണ്ട് ഈക്വൽ ആയതുകൊണ്ട് M1 A1 = M2 A2. M1 എത്രയും നമുക്കറിയാം 2 × A1 നമുക്കറിയത്തില്ല 3 × A2. സോ A1 / A2 = 3/2. സോ A1 A2 = 3:2. ഇറ്റ്സ് വെരി സിമ്പിൾ. എത്രയാണ് ആൻസർ? അപ്പോൾ നമ്മുടെ വരുന്നത് 3:2. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സോ ഇനിയും കൂടുതൽ ടൈമായെന്ന് തോന്നുന്നു. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. ഇനി നമുക്ക് പവർ ചെയ്യാനുണ്ട്. പവർ നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ ആ ചാപ്റ്ററിലുള്ള ബാക്കി ക്വസ്റ്റ്യൻസും അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ അതും ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.